സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് പഠിക്കാം. സാധാരണയായി നമ്മൾ കാണുന്ന പ്രോപ്പർട്ടീസിൽ നിന്നും വ്യത്യസ്തമായി റിലേറ്റീവ് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ എന്ത് സംഭവിക്കുന്നു? വേപ്പർ പ്രഷർ കുറയുന്നു അല്ലേ? ഇത്തരത്തിൽ വേപ്പർ പ്രഷർ കുറയുന്നതിന് അനുസൃതമായിട്ട് ആ ഒരു സൊല്യൂഷൻ്റെ ബാക്കി എല്ലാ പ്രോപ്പർട്ടീസിനും ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉള്ള പ്രോപ്പർട്ടീസിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസായി നമ്മൾ കണക്കാക്കുന്നത്. എന്താണ് അതിന് കാരണം? ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതാണ് കാരണം. അതുകൊണ്ട് തന്നെ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഇത്തരത്തിൽ ഒരു സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ട് കിട്ടുന്ന ഡൈല്യൂട്ട് സൊല്യൂഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനായി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ടേം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? ദ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ഓൺ ദ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് റെസ്പെക്റ്റീവ് ടു ദെയർ നേച്ചർ. The properties depend upon the number of solute particles irrespective to their nature relative to the total number of particles present in the solution. ഒരു സൊല്യൂഷനിൽ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ ആ സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമെങ്കിൽ അത്തരം പ്രോപ്പർട്ടീസിനെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. പ്രധാനമായും 4 ഇമ്പോർട്ടൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ പഠിക്കുന്നത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെൻറ്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെൻറ്റ്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ദ സോൾവെൻറ്റ്, ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സോൾവെൻറ്റ്. എന്താണ് ഈ പ്രോപ്പർട്ടീസിൻ്റെ പ്രത്യേകത? ഈ പ്രോപ്പർട്ടീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈല്യൂട്ട് സൊല്യൂഷൻസിൻ്റെ, അതായത് സൊല്യൂട്ട് മോളിക്യൂൾസ് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്ത് ഫോം ചെയ്യുന്ന ഡൈല്യൂട്ട് സൊല്യൂഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിലെ പ്രോപ്പർട്ടീസ് ഏതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഉദാഹരണമായി നമ്മളൊരു 1000 ഗ്രാം വാട്ടർ എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഈ 1000 ഗ്രാം വാട്ടറിലേക്ക് 10 മോൾ ഷുഗർ, നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഷുഗർ ആഡ് ചെയ്യുന്നു. അതുപോലെ മറ്റൊരു ബീക്കറിൽ 1000 ഗ്രാം വാട്ടർ എടുത്ത് 10 മോൾ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുന്നു. ഈ 2 സൊല്യൂഷൻസിൻ്റെയും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മെഷർ ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും രണ്ടിൻ്റെയും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് സെയിം ആണ്. എന്താണ് അവിടെ കാരണം? നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, രണ്ടും വ്യത്യസ്തമായ സൊല്യൂട്ടുകളാണ് നമ്മൾ ആഡ് ചെയ്തത് അല്ലേ? ഒന്നിലേക്ക് ഷുഗറും ഒന്നിലേക്ക് സോഡിയം ക്ലോറൈഡും, എന്നിട്ടും എങ്ങനെ സെയിം പ്രോപ്പർട്ടീസ് വന്നു? അതിന് കാരണം രണ്ടിലും ആഡ് ചെയ്യപ്പെടുന്ന സൊല്യൂട്ട് മോളിക്യൂൾസിൻ്റെ എണ്ണം സെയിം ആണ് എന്നുള്ളതാണ്. അതായത് 10 മോൾ ഷുഗറും 10 മോൾ സോഡിയം ക്ലോറൈഡും. ഇത്തരത്തിൽ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രമേ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് പറയാം. എന്താണ് ഈ ഒരു പ്രോപ്പർട്ടീസിൻ്റെ ഇമ്പോർട്ടൻസ്? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യുക വഴി എന്തുകൊണ്ടാണ് ഈ സൊല്യൂഷൻസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയും. അതുപോലെ നമ്മൾ ആഡ് ചെയ്യുന്ന സൊല്യൂട്ട് മോളിക്യൂൾസ് ഏതാണെന്ന് നമുക്കറിയില്ല എന്ന് വിചാരിക്കുക. എന്നാൽ അവയുടെ മോളാർ മാസ് കണ്ടുപിടിക്കുക വഴി ആ സൊല്യൂട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഇത്തരം പ്രോപ്പർട്ടീസിൻ്റെ മെഷർമെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് എങ്ങനെയാണെന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം.